നാസയുടെ ഡാർട്ട് പേടകം വിജയകരമായി പരീക്ഷിച്ചു. ഡിഡിമോസ് എന്ന വലിയൊരു ചിഹ്നഗ്രഹത്തെ വലം വയ്ക്കുന്ന മൂൺലെറ്റ് ചിഹ്നഗ്രഹമായ ഡെമോർഫസിലാണ് പേടകം ഇടിച്ചിറക്കിയത്. ഭാവിയിൽ ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാക്കിയേക്കാവുന്ന ബഹിരാകാശ ശിലകളെ മനുഷ്യന് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ എന്നറിയാനുള്ള പരീക്ഷണമാണ് നടന്നത്. ഇതിൻ്റെ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിരുന്നു. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യത്തിൽ നാസ വികസിപ്പിച്ച ഒരു പ്രതിരോധ സംവിധാനമാണ് ഡാർട്ട്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്ന ഡാർട്ട് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4:44 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാനുള്ള പരീക്ഷണമാണ് നടന്നത്. ഡാർട്ട് ചിഹ്നഗ്രഹത്തിന് നേരെ കുതിച്ചത് 6.6 കിലോമീറ്റർ വേഗതയിലാണ്. ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 നവംബർ 24 നാസ ഡാർട്ട് വിക്ഷേപിച്ചത്. 612 കിലോ ഭാരവും 1.5 മീറ്റർ നീളവുമാണ് ഡാർട്ട് പേടകത്തിന്റേത്. ചെറിയ ഉപഗ്രഹമായ ലിസിയ ഉപയോഗിച്ചാണ് ഇടിച്ചിറങ്ങിയതിന്റെ ചിത്രങ്ങൾ പകർത്തിയത്. നിർണായക നേട്ടമാണിതെന്ന് നാസ ട്വീറ്റ് ചെയ്തിരുന്നു. പരീക്ഷണ ചിത്രങ്ങൾ തിരിച്ചു ഭൂമിയിൽ ലഭിക്കാൻ സമയമെടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാലേ ഡാർട്ട് പേടകം കൃത്യമായി എവിടെയാണ് ഇടിച്ചിറങ്ങിയതെന്ന് പറയാൻ സാധിക്കും. നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇടിച്ചിറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് നിന്ന് 17 മീറ്റർ മാറിയാണ് പേടകം ഇറങ്ങിയത്. ഡാർട്ട് ഇടിച്ചിറക്കിയതിനു ശേഷം ഡൈഫോർമോസിന്റെ തിളക്കത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ശാസ്ത്ര സംഘം ശേഖരിച്ചു വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന.